അങ്ങനെ പരിപാടിയിൽ എങ്ങനെ പറയാൻ പറ്റില്ല. ജാസ്മിൻ ഫാൻ ബേസ് സ്പോട്ടഡ് എന്ന്. അല്ല ഞാനത് അവള് പറയണ കേട്ടോണ്ടാ ചോദിച്ചത്. അവള് ഇന്റർവ്യൂല് പറഞ്ഞത് ആണെന്നാണ്. പക്ഷെ അവള് എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ പറഞ്ഞ് നീ എന്നെ മാറുന്നുണ്ടോ, നീ നോക്കിയ പെർഫ്യൂമിന്റെ മണമല്ലേ. ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം, ബിഗ് ബോസിലെ ആൾക്കാരൊക്കെ കൂടുതലും ഞാനിപ്പോ അവിടെയാണ്. ഞാൻ വർക്ക് ചെയ്യുമ്പോഴും രാവിലെ എണ്ണീക്കുമ്പോഴും തൊട്ട് ടി വി ഇപ്പൊ എല്ലാവരും ഉറങ്ങാൻ കണ്ടോണ്ടിരിക്കണേ. 24 മറ്റേ ലൈവാണ് എടുത്ത് കാണുന്നത്. എന്തെങ്കിലും ഉണ്ടായാലോ പെട്ടെന്നായിരിക്കും. രാത്രിയാണ് പറയാൻ പറ്റത്തില്ലെന്ന്. ഇപ്പൊ രാത്രിയാണ് സത്യം പറഞ്ഞാൽ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കണത്. ലാലങ്ങള് വരുമ്പോ പോലും ആളില്ലെന്ന്. ലാലങ്ങളൊന്നും ആളില്ല ഇപ്പൊ. നമ്മ ഇങ്ങ അറ്റം പോയല്ലോ ബ്രോ. ഇങ്ങറ്റം ഈ നീല മാർക്കില് എനിക്ക് ഉറപ്പാണ്. നീല മാർക്കിലോട്ട് പോട്ടാ. വാ 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 മിസ്സി. നീല പച്ച നീല പച്ച നീല പച്ച നീല പച്ച നീലപ്പച്ച. ഒരു സ്ക്വാഡേ ഉള്ളേ. ഞാൻ വേറെ സ്ഥലം ഇറങ്ങാമില്ല ബ്രോ. ഞാൻ ലെഫ്റ്റ് 2 വേറെ സ്ഥലം ഇങ്ങോട്ട് വരില്ല. ഞാൻ വെടിവെച്ചു. ഒരുത്തിനടുത്ത് അടിയും തുടങ്ങി അവിടെ. താത്താവിടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് എല്ലാം നികത്തെ. അത് കേട്ടിട്ടല്ല. അത് മറ്റേ സിനിമയല്ല. അത് ഫുൾ ഡയലോഗ് അങ്ങനെയാ. അങ്ങനെയാണ് താത്തയുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് എല്ലാം നികത്തെ. എനിക്കുള്ളതാ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സിറുത്ത എന്ന് പറയുന്നത് പറയുമ്പോൾ മറ്റേ സിനിമയാ. അങ്ങനെ എന്തോ ഒരു വേഴ്സ് ഉണ്ട്. എന്തോ താത്ത എന്തോ അതേപോലെ സാധനം. എന്ന് വെച്ചാൽ താത്തയുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് എല്ലാം നിനക്കാണെന്നുള്ള രീതിയിലാണ് അത് പറയണത്. അത് പിന്നെ കറക്റ്റ് ഞാൻ എന്ത് പറ്റും, കന്നഡക്കാരനാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റൊക്കെ വരും. പിന്നെ നിങ്ങൾ വേണേ ചോദിച്ചാൽ മതി. നിങ്ങൾ മറ്റേ ഹൈദരാബാദിലൊക്കെയാണെന്ന് പറഞ്ഞ് ഞാൻ കന്നഡ പഠിച്ചിരിക്കണം. ഹൈദരാബാദിൽ തെലുങ്കാടാ. ഞാൻ തെലുങ്ക് പഠിക്കണം. ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞത്. കണ്ടേ ഞാൻ അവരോട് സംസാരിച്ചൊക്കെ ഇരിക്കും. ഞങ്ങൾ ലൂട്ട് ചെയ്തിട്ട് ഓക്കെ എന്നെ കൊന്നു. ഞാനും പിടിച്ചൊരു ദിവസം ഈ നീല മാർക്കിലാണ് അവന്മാര്. അടിയൊന്നും കൊണ്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ പണി. താത്താവുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് മാടിക്കൊണ്ടേ. അങ്ങാടിക്കൊണ്ടേന്നൊന്നും അല്ല. ബ്രോ ദിംതി മത്തായി. ഇല്ല പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്നാണ് പിള്ളേര് പറഞ്ഞത്. നീ സംസാരിച്ചോ പോയി? ഞാൻ പോയി മഞ്ഞമായി ചോദിച്ചു എന്തിനുണ്ടോ കുഴപ്പമുണ്ടോ. ഫണ്ണായിട്ട് ചെയ്താ ബ്രോ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ ഫണ്ണായിട്ട് ചെയ്തതാണെങ്കിൽ ഞാൻ എൻ്റെ തന്തയ്ക്ക് വിളിച്ചാൽ ഞാൻ സോറി. ഫണ്ണായിട്ട് തന്തയ്ക്ക് വിളിച്ചാ എന്റെ ഫ്രണ്ടിൽ വേറെ ഹൗസിനകത്തുണ്ട്. കണ്ടു. ലെഫ്റ്റ് മുരല് എന്തോ ഈ മുരൽ കണ്ടല്ല. സ്റ്റണ്ണ് ഞാൻ ഇടുന്നു. അവന്റെ കണ്ണ് പൊട്ടി. അല്ല പിന്നെ രണ്ട് നോക്ക് ഉണ്ടായിരുന്നേ ഇതിനകത്ത്. നോക്ക് ഫിനിഷ് ചെയ്താണേ. ഇത് പറയാണ്ട് എങ്ങനെ പറഞ്ഞു. Where is your friends भैया? किधर है वो? ചൈനീസ് ചോദിക്കാൻ അറിഞ്ഞോടാ ബ്രോ. താന്നാ ഫ്രണ്ടിലുണ്ടെന്ന് വാ.
എന്തിനു പറഞ്ഞേ ഇവിടെ അടുത്ത് കേട്ടില്ലേ? ഫാൻ്റെ ഉണ്ടെന്നായിരിക്കും. അയ്യോ ഇത് ഫിനിഷ് ആകത്തില്ല. വാ, ഞാൻ വരുന്നേ ഉള്ളേ. ഒരു പെട്ടിയൊക്കെ ഇനി എന്റെ ചന്തിക്ക് ഒരെണ്ണം കൊടുത്ത്. ഞാൻ 3x ആയിരുന്നടാ, അതിന്റെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇതിലോട്ട് ഫുൾ വരട്ടെ. ഒരു 8x സ്നൈപ്പറോ എല്ലാം കാണുമെന്ന് പറഞ്ഞു. എന്റെ ചന്തി 3x നോക്കി അടിച്ചു. അമ്മേ നാളെ 5-ാം തീയതിയാണോ? അല്ല EMI ഉണ്ടോ എന്ന് വിളംബരം എനിക്ക് വേണം. മാർക്ക് ചെയ്തിട്ടുണ്ട്. അവന്മാരെവിടെ നിർത്തിയേ? ഒരു ടീമേറ്റിന് ആദ്യം സ്മോക്ക് ഇട്ട് വിടറാ, എന്നിട്ട് അടിക്കേ. അവന്മാരെ നിർത്തി 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 ഇല്ലത്തി അകത്തോട്ട് വാ. വണ്ടി കവർ കേട്ടോ. സോറി എടാ സ്മോക്ക് ഇടറാ, സ്മോക്ക് ഇടറാ. ഹീലെടുത്തിട്ട് പറയണേ. പെട്ടെന്ന് ഞാൻ ഹീൽ വണ്ടിക്കകത്ത് കയറിയിരുന്നോ? എല്ലാവരും ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നോ? ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടല്ലോ കയറി 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 കയറിയോ? കയറി കയറി കയറി. അടിക്കണം. ടയറും പൊട്ടി. വേറെ വണ്ടി എടുക്കാം വാ. വേറെ വണ്ടി നീ ആ വണ്ടി എടുത്തിട്ടോ? ഞാൻ ഇതിനകത്ത് കയറി എന്തെങ്കിലും ബാക്കിലുണ്ട്, ബാക്കിലൊരു വണ്ടി ഉണ്ട്. ഞാൻ തരാവില്ലത്. അത് മറ്റേ ജന്മന ആയിപ്പോയി ഇല്ലെത്തി. ഞാളെ കണ്ട അപ്പ തോക്കത്ത് അടിച്ചു. ജന്മനാ നേഴ്സിന്റെ ഗെയിം കളിച്ചാണോ ജനിച്ചേ? ഈ ക്ലാസ് കമ്പ്യൂട്ടർ അവിടെ വെച്ചിട്ട് ആശുപത്രി കാണുന്നതാണ്. ഹെൽമെറ്റ് മാർക്ക് ചെയ്യോ? ആര് വരുന്നു? വണ്ടി റെഡി. കണ്ടില്ല. വണ്ടി റെഡി. നമുക്ക് പോവാം. കിട്ടിയോ ഹെൽമെറ്റ്? ഞാൻ നല്ല ലിറ്റ് ആണ്. എടാ നിക്കണ ഒരു സെക്കൻഡ്. ഇല്ല നീ ഞാൻ ഞാനൊന്ന് RP കയറി ബ്രോ. എന്റെ ലൈവ് നോക്കിയാൽ മതി. വണ്ടി ഓടിക്കാൻ പൊട്ടത്തരം കാണിക്കും. എന്റെ അടിയൊക്കെ കിട്ടുമ്പോ ഹെൽമെറ്റ് ഒക്കെ പറക്കുമായിരുന്നു. ഒറ്റ പ്രാവശ്യം വണ്ടി ഓടിച്ചുള്ളൂ. ഒറ്റ പ്രാവശ്യം ചേർക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഷേപ്പിനെ വണ്ടി ഓടിച്ചില്ല. ഈ സാധനം റൈസറിന്റെ സാധനം ഭയങ്കര കീടലാണ് കേട്ടോ. നമ്മൾ സോണോട്ട് നിൽക്കുമ്പോ മറ്റേ ഇത് കിടന്ന് ബ്ലിങ്ക് ആവുന്നു. കീബോർഡ് എന്റെ കീബോർഡിനോ? എന്റെ കീബോർഡിന് 19. കരക്കന്റെ കീബോർഡ് കണ്ടോ ഇപ്പൊ ഗിഫ്റ്റ് കിട്ടിയേ? PUBG എഡിഷൻ. ഈഗിൾബ്രോയുടെ ആ ഒരു സാധനം തന്നെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ PUBG എഡിഷൻ. അല്ലല്ല ഇത് ഫുൾ കീസ് ഉണ്ട്, ഫുൾ കീസ് ഉണ്ട്. ഇത് ഫുൾ കീ അല്ല, എന്റെ 60%. എന്റെ റെഡ് സ്വിച്ചാ. പക്ഷെ ഓരോ ബ്രാൻഡിനനുസരിച്ച് ഈ സ്വിച്ചിലൊക്കെ വ്യത്യാസമുണ്ട്. അല്ല ചില ബ്രാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ സ്വിച്ചുകളുണ്ട്. ഈ റെഡ് എന്ന് പറഞ്ഞാലും
ചീപ്പായിട്ട് റെഡ് ഉണ്ട്. അല്ലടാ അതൊരു ടൈപ്പ് ഓഫ് സ്വിച്ച് ആണ്. അതെല്ലാം അതില് ക്വാളിറ്റി വ്യത്യാസമൊക്കെ ഉണ്ട്. ആ അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ അല്ലാണ്ട് അവർ സെപ്പറേറ്റ് അല്ലല്ല ഞാൻ പറയുന്നത് എനിക്ക് മറ്റേത് മനസ്സിലായി. ഒരു റെഡ് ബ്ലൂ ഇതെന്ന് പറഞ്ഞ കാറ്റഗറി ആണെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ പറയുന്നത് ഈ ചീപ്പ് റേറ്റിനുള്ള റെഡ് സ്വിച്ചസ് ഈ മറ്റേ പ്രീമിയം ആയിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആ ലേസർ കട്ടിംഗ് ടെക്നോളജി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള റെഡ് സ്വിച്ചസ് ഉണ്ടല്ലോ. അവിടെ സ്മോക്ക് വന്നടി നമുക്ക് പയ്യൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവിടെ? ദൂരത്തിന് ഓപ്പൺ ചെയ്തു. മേലെ ഇവിടെ എവിടെ? കവറിയാ അല്ല ഞാൻ ഇപ്പൊ നോക്കിട്ട് ഒരുത്തനെ. എടാ നോക്കിട്ട് നോക്കിയേ ബാബു. ഞാൻ പറയട്ടെ, ഈ ഒരു ഗെയിമിൽ ഞാൻ ഇപ്പോഴും പറയാം നിന്നോട്, ഈ വീണുന്നതിന് മുമ്പ് നോക്ക് ഇടുന്നതിലല്ല ബാബു കാര്യം. അതില് ബ്രോ ഏതെങ്കിലും ഒരു സൈഡ് ക്ലിയർ ആയില്ലല്ലേ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റിലും ലെഫ്റ്റിലും ആള്. ഞാൻ പറയട്ടെ, ഇവൻ മാത്രമേ ഉള്ളൂ, ഇവനോടെ ഉള്ളൂ. നീ ഒരു ലെഫ്റ്റ് സൈഡിൽ നീ നിന്റെ സ്മോക്ക് ഉപയോഗിക്കൂ. രണ്ടുപേര് ഓൾറെഡി നോക്കുക. നീ നിന്റെ 2 സ്മോക്ക് ഇട്ടിട്ട് നീ ഫൈറ്റ് എടുത്ത ഒരു സൈഡ്.